മരമോന്ത ബീച്ചിലെത്തിയെന്ന്. ആ മരമോന്തയല്ല, മരമാന്ത കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ബീച്ചാണ്. ഹലോ ഫ്രണ്ട്സ്, ജോമറ്റ് മാണി എസ്റ്റേയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ മാംഗ്ലൂർ വഴി ഗോകർണ പൊക്കോണ്ടിരിക്കുകയാണ്. ഓം ബീച്ചൊക്കെ കാണുകയാണ് ലക്ഷ്യം. അപ്പം മാത്തൻ ഇരിപ്പുണ്ട്. മാത്തൻ ഞാൻ പുതിയതായിട്ട് മേടിച്ച ഒരു ഡ്രോൺ ഉണ്ട്, അതിൻ്റെ പണി പഠിച്ചുകൊണ്ടിരിക്കുക. മോണിയും കൂടിയുണ്ട്, ബാക്കിലിരിക്കുന്നു. അപ്പോൾ മോണി ഗോവയിൽ നിന്ന് മോണിയുടെ പേരൻസ് വരുമ്പം അവരോടൊപ്പം ചേർന്ന് അങ്ങോട്ട് പോകും. അപ്പം അതുവരെ കേരളം കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ആശങ്കാരിയാണ്, മാത്തൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ചുള്ള ഈ യാത്ര കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ കാസർഗോഡിൻ്റെ ബോർഡർ കടന്ന് കർണാടകത്തിലോട്ട് കയറുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ കാണിക്കാം. അതുവരെ ബൈ. ഞങ്ങൾ ഇപ്പം ഗോകർണയ്ക്കുള്ള വഴിയിൽ ഉടുപ്പിയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 12:30 2:30 ഞങ്ങൾ 2:30 ഗോകർണ ചെല്ലുമ്പോൾ. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡിലേ ഒക്കെ വന്നു, അതുകൊണ്ട് ശകലം ലേറ്റായി. അപ്പം ഹംഗ്രി ബണ്ണി ഫിഷ് മീൽസ് എന്ന ഹോട്ടലിൽ ഇവിടെ വെജിറ്റേറിയനും നോൺ വെജ് 2 ഹോട്ടൽ അടുപ്പിച്ചിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. എന്താണേലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ബൈ. നെയ്മീനും ഫിഷ് കറിയും, റൈസ്, നമ്മുടെ ദാല്, പിന്നെ ചെമ്മീൻ ഗീ ഫ്രൈ അല്ലേ, ഗീ ഫ്രൈ ചെമ്മീൻ ഗീ ഫ്രൈ ഇതാണ് ചെമ്മീൻ ഗീ ഫ്രൈ. അങ്ങനെ ചെമ്മീൻ ചട്നി, ചെമ്മീൻ ചട്നി, വെറൈറ്റീസ് ആണ്, വെറൈറ്റീസ്. അപ്പം ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഗോകർണ ചെന്നിട്ടേ നിർത്തുന്നുള്ളൂ. അപ്പം മാത്യു റെഡി അല്ലേ? റെഡി, പോയേക്കാം. പവർ വരട്ടെ. All good. All good? Yeah, that's the way. Go. ഉറക്കം പിടിച്ചു വന്ന അന്നേരം ഈ മാത്തിച്ചെറുക്കൻ വണ്ടി ഓട്ടിട്ട് പറയാതെ ഏതാണ്ട് മരമോന്ത ബീച്ചിലെത്തിയെന്ന്. എന്നാ ബീച്ചാടാ? ആ മരമോന്തയല്ല, മരമാന്ത കേട്ടോ. മരമാന്തേ. കാളൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് മംഗലാപുരം അടിക്കാറാകുമ്പോഴത്തേക്കിനും ഉള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ബീച്ചാണ്. അപ്പോൾ അതെ, ഇതാണ് വീടിൻ്റെ വൈബ്. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. നല്ല ഉറക്കത്തിൽ നിന്ന് എടുത്ത് നല്ല അടിപൊളി ഒരു ബീച്ച് കാണിച്ചത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ബീച്ചിൽ ആർക്കും ഇറങ്ങാൻ അനുവാദമില്ല. അതിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബീച്ചാണ്. ഓക്കെ, അത് കാരണം ഞങ്ങൾ ഇറങ്ങുന്നില്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ കണ്ടിട്ട് പോക്കോളാം. വെള്ളത്തിൽ ഇറങ്ങാൻ ആർക്കും അനുവാദമില്ല. വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഭിത്തിയിലൊക്കെ നിൽക്കുക, പോരുക. അപ്പോൾ ഞങ്ങൾ ഗോവയുടെ ഹൈവേയിൽ നിന്ന് മാറി ഗോകർണ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ അറൗണ്ട് 14 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഗോകർണ ബീച്ച് ഏരിയയിൽ എത്തിച്ചേരും. സോ ഇന്ന് നൈറ്റ് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പശു മാറി നിൽക്കൂ, പശു എൻ്റെ വഴിയുടെ നടുക്ക് നിൽക്കാതെ. ഹോട്ടൽ ഗോകർണ ഏതോ കാട്ടിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. മാത്തും പറയുന്നു ഇതാണ് റോഡെന്ന്, ഗൂഗിളും പറയുന്നു ഇതാണ് റോഡെന്ന്. എന്നെ ഇവർ കൊണ്ടുപോകുന്നതാണ്, ഞാൻ പോകുന്നതല്ല. എൻ്റെ നാവിഗേറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. മോനി ആൻഡ് മാത്തൻ ശരിക്കും ഒരു കാട്ടിൽ കൂടി അല്ല ഒരു മലയിൽ കൂടിയൊക്കെ ഇറങ്ങിയാണ് ബീച്ചിലോട്ട് പോകുന്നത്. അടിപൊളി വ്യൂ ആണ്. ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടാണ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നടക്കില്ലാത്തൊരു കാര്യമാണ്. സോ ഞങ്ങൾ കുടിലേൽ ബീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്യായ വൈബാണ്. മാതാ എങ്ങനെയാ, പൊളിക്കുമല്ലേ?
ഇവിടെ ഒരു സ്റ്റേ കിട്ടിയാൽ ഞങ്ങൾ ഇന്ന് തകർക്കും. ഇന്ന് കിടന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് നാളെ ഓം ബീച്ചൊക്കെ കണ്ടിട്ട് വേണം. ഇന്ന് ഡ്രോൺ ഒന്ന് ഓടിക്കാൻ പഠിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ വ്യൂസ് ഒക്കെ എടുക്കണമെങ്കിൽ ഡ്രോൺ നമുക്ക് അർജൻറ്റാണ്. അന്യ വ്യൂ അല്ലേ. താമസിക്കുന്ന ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള സൺസെറ്റ് വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടിൽ ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് സീ വ്യൂ ഗസ്റ്റ് ഹൗസ് ആൻഡ് കഫേയിലാണ്. ഇവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. ഇതിനകത്തൊരു ഹട്ട് പോലൊരു സംവിധാനമാണ്. പിന്നെ ചെറിയ കടകളൊക്കെ കാണാം. വളരെ കുറച്ച് ഗസ്റ്റുകൾ മാത്രമേ ഇപ്പം ഇവിടെ വരുന്നുള്ളൂ. എന്നുവെച്ചാൽ നല്ല സീസൺ ടൈമാണ്, നല്ല വെതറാണേലും കൊറോണയുടെ ഒരു സിറ്റുവേഷൻ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു നൈറ്റ് സ്റ്റേ ചെയ്തതിന് ശേഷം ഞങ്ങൾ നാളെ ഓം ബീച്ചിലോട്ട് പോയി അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഗോവയിലോട്ട് പോകും. അപ്പം സൺസെറ്റ് ഞാൻ ടൈം ലാപ്സ് വഴി എടുക്കാൻ നോക്കിയാണ്. I love കുഡിൽ ബീച്ചിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ബൈ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ.